സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ വീണ്ടും കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യമനുസരിച്ച് 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ നാളെയോടെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. മഴ ശക്തമായതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി എന്നീ 3 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതോടൊപ്പം വയനാട്, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന് പുറമെ കേരള തീരത്ത് മറ്റൊരാശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ ചില തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമായ INCOES മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരപ്രദേശങ്ങളിലും, കൊല്ലം ജില്ലയിൽ ആലപ്പാട്ട് മുതൽ ഇടവ വരെയുള്ള തീരപ്രദേശങ്ങളിലും, ആലപ്പുഴ ജില്ലയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയുള്ള തീരപ്രദേശങ്ങളിലും ഇന്ന് രാത്രി 11:30 വരെ 1.1 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്നതിനാൽ മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളിലോ തോടുകളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ പോകരുത്. കള്ളക്കടൽ മുന്നറിയിപ്പുള്ളതിനാൽ കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാവുക. യാതൊരു കാരണവശാലും കടലിലേക്ക് ഇറങ്ങരുത്. വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെങ്കിൽ വൈദ്യുത ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക. ഇടിമിന്നലുണ്ടാകുമ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക. ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി വ്യാപകമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് നിലവിൽ 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 30,315 ആളുകളെയാണ് വിവിധ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 157 ക്യാമ്പുകൾ, കോട്ടയം ജില്ലയിൽ 154 ക്യാമ്പുകൾ, ആലപ്പുഴ ജില്ലയിൽ 81 ക്യാമ്പുകൾ, മറ്റ് ജില്ലകളിൽ നിലവിൽ 10-ൽ താഴെ ക്യാമ്പുകൾ വീതമാണ് പ്രവർത്തിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതത് ജില്ലകളിൽ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്യാഹിത ഘട്ടങ്ങളിൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും അത്യാഹിത വിഭാഗങ്ങളിൽ സേവനം നൽകാനും സേവാഭാരതിയുടെ ആംബുലൻസുകളും പ്രത്യേക പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരും മുൻപന്തിയിലുണ്ട്. പ്രളയകാലത്തും ദുരന്തങ്ങളിലും പെടുന്നവർക്കായി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുക, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, മരുന്നുകൾ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർ സജീവമായി പ്രവർത്തിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തുന്നതിനോടൊപ്പം വെള്ളമിറങ്ങിയതിനു ശേഷം വീടുകൾ ശുചീകരിക്കാനും ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുവാനും സേവാഭാരതിയുടെ വോളണ്ടിയർമാർ രംഗത്തുണ്ടാവാറുണ്ട്. DYFIയുടെ നേതൃത്വത്തിലുള്ള വോളണ്ടിയർ സംഘങ്ങൾ വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കുവാനും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താനും സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം കൈകോർക്കാറുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാനും ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചെത്തിക്കുവാനും DYFI പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കുന്നു.